എടാ നീയാണോ ചീപ്പ് അടിച്ചത്? അയ്യോ ഞാനല്ല, കസേരയിലിരിക്കുന്ന എം ടി രാമോദരൻ. പന്ന റാസ്കളെ, നീ എന്നെ പറ്റി അനാവശ്യം നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരപ്പറ്റേന് അനാവശ്യമായ ന്യൂസ് എഴുതിയ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻ എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം. നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോന്ന് കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങിച്ച് അവാർഡ് വാങ്ങിച്ച ഫോട്ടോഗ്രാഫർ ആവും. എടാ, അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പലയുടെ കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിൽ പത്രം നാറി. ഇനി ഇവരെ ബോംബെക്ക് വിടാച്ച ആ നാറ്റം ബോംബെ വരെ എത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. കയ്യടി. സാറ് വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു ഉയരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാറത് വയത്തണം, വയത്തിപ്പിടിക്കണം. സാറേ, സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതും കൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബെക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണൂന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ് കാണിച്ചാണ്ടല്ലോ ഇടിച്ചാൽ മൂഞ്ചി ഇരിച്ചു വിടും. നടക്കാത്ത കാര്യം കള. നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീമണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഞാനിതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണോ? അവൻ എങ്ങനെ ബോംബെക്ക് പറക്കാൻ പോണു? ആ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി, ഇന്നസെന്റ് ഫ്രാഡ്, ആർക്കും ഉപദ്രവില്ലാത്ത ഫ്രാഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ച ശരിയാ. ലൈഫ് ഈസ് എ ചലഞ്ച് മീറ്റിംഗ്. എന്നാരാ പറഞ്ഞ? ഞാനല്ല. പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ. താങ്ക് യു. കൈയും വീശിഞ്ഞു പോന്നല്ലോ.
ഒരു ബൊക്കെ ഇവിടെ വാങ്ങിച്ചോണ്ട് വന്നുണ്ടായിരുന്നോ ദരിദ്രവാസി? നീ എന്താണ് ബോംബെയിൽ പൂക്കച്ചവടം നടത്താൻ പോകുന്നോ? ഒരു പടം വാങ്ങിച്ചാൽ അർദ്ധരാത്രി പിടിക്കാൻ. എന്റെ അമ്മോ, അസൂയ അസൂയ. അത് തന്നെയാണ് അസൂയ തന്നെ. ആ കള്ളനാവാൻ കഴിയാത്തതിലുള്ള അസൂയ. Passenger traveling to Bombay. Goodbye. Please report immediately at the security check. Last and final call for Mr. Anil Kumar. Bye bye, bye bye. Passenger traveling to Bombay. Thank you. Please report immediately at the security check. അലയാ, ഗുഡ് ബൈ. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, പ്രേമിക്കാൻ തരുണീമണികൾ, ആകെ ഒരു പളവളം, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. നീ വെള്ളമടിച്ച് കാർ ഓടിക്കാറുണ്ടോ? മുതലാളി വേണമെങ്കിൽ എന്റെ ചെകിടത്ത് 4 പൊട്ടിച്ചോണം. പക്ഷെ ഞാൻ വെള്ളം അടിച്ചത് മാത്രം പറയരുത്. അല്ല, 4 ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിനു മുമ്പ് സത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കീ എവിടെ? ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ കാറിലുണ്ടോ? എന്റെ സാറേ, എന്റെ ജീവനേക്കാളും വലുതാണോ ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ? മനസ്സിലായില്ല. സാർ കേൾക്കണം. ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കം ഇറങ്ങി വരുന്നു. താഴെ വലിയ കൊക്കോ. ഞാനൊരു വളവ് തിരിയുന്നു. പെട്ടെന്ന് കുറേ നിൽക്കുന്നു. ആരാ? 3 ഒറ്റയാൻ. ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്റെ സാറേ, വായുണ്ടെങ്കിൽ കാർ പോലും നിലവിളിച്ചേനെ. ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ല. ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാറിലിരുന്നു. ആനകൾ അനങ്ങിയോ? അനങ്ങിയില്ല. നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു. പോയി. ആനയോ? അല്ല, ജാക്കി. രണ്ടാമത് ഞാൻ സ്റ്റെപ്പിനെ എടുത്ത് ഉരുട്ടി വിട്ടു. പോയി. സ്റ്റെപ്പിന്? കറക്റ്റ്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ആനകൾ അനങ്ങിയില്ല. പിന്നെ എന്റെ സാറെ, എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു. ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പർ എല്ലായിടത്തും ചണ ഗുണ വലിച്ചെറിഞ്ഞു. അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി. 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനെടുത്ത് എറിഞ്ഞു കൊടുത്തു. അപ്പോ ബമ്പറും ടെയിൽ ലാമ്പും കാശും കൂടെ പോയി അല്ലേ? പോയെങ്കിൽ എന്ത് സാറേ, ആനകൾ പോയി കിട്ടിയില്ലേ? ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോകുന്നു. ഇപ്പോഴും എന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലേ സാർ? എന്നിട്ട് ഇപ്പൊ കാർ എവിടെ? കാറ് അങ്ങ് ശബരിമലയല്ലേ? ശബരിമലയിലെവിടെ? അങ്ങ് ഇറക്കത്തിൽ. അവിടെ എല്ലാം ഇറക്കമാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ കയറ്റല്ലേ സാർ? എടാ, കാർ എവിടെ കിടക്കണ്ട ചോദിച്ചത്? ഇങ്ങോട്ട് വരുമ്പോ ഇടവശത്തുള്ള കള്ള് ഷാപ്പിന് മുമ്പ് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ ആനയല്ല, ഷാപ്പായതെല്ലാം കൊണ്ടുപോയത്. അപ്പോ സാറിന് എന്നെ വിശ്വാസമില്ലേ? അയ്യോ ഇല്ല. ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു. ഇനി ചീത്തപ്പേരെയൊക്കെ ഞാൻ തയ്യാറല്ല. സ്വരം നന്നായിരിക്കും, നമുക്ക് പിരിയാം. അവിടെ നിൽക്കാൻ. ഇല്ല, നമ്മളൊന്നും ശരിയാകത്തില്ല. ശരിയാകത്തില്ല. അവിടെ നിൽക്കാനോ? ഇല്ല, നമ്മൾ ശരിയാകും. ഈ ജമ്മ ശരിയാകത്തില്ല. ഇല്ലേ ഇല്ല. എടാ റാസ്കൽ, നിന്നെ ഞാൻ കേസ് കൊടുത്ത് അകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ശ്രീകണ്ഠനായിരുന്നല്ല. ഹലോ, അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അല്ലേ? എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആ, ഓക്കെ. അങ്കിൾ എന്താ ആകെ ചൂടായി നിൽക്കുന്നത്? എങ്ങനെ ചൂടാകാതിരിക്കും? ഓരോരുത്തരെ വിശ്വസിച്ച് ജോലിക്ക് നിർത്തും. അവനൊക്കെ പിന്നെ കുടുംബം കുളം തോണ്ടിയിട്ടേ ഇറങ്ങിപ്പോവും. ആ, പിന്നെ ശ്യാം വന്നിട്ടുണ്ടോ? ഇല്ല. അതെന്താ? ഒരുപാട് ജോലിയുണ്ട്, ബിസിയാ. പിന്നീട് വരാന്ന് പറഞ്ഞു. നിന്നെ അവനെയും കൂടി ഇരുത്തി കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഉടനെ വിവരം അറിയിക്കണമെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുക. പറഞ്ഞിട്ടിപ്പോ 1 മാസം കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? ഞാൻ വിളിച്ചാ വരണ്ടേ? ചേടാ, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ടുമില്ല. അല്ലെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് രണ്ടിലൊന്ന് തീരുമാനിച്ചേനെ. ആ, തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ മേജർ ശ്രീകണ്ഠൻ നായരുടെ തനി സ്വരൂപം കാണിക്കും. ഒന്നുമില്ലെങ്കിലും നിന്റെ ലോക്കൽ ഗാർഡിയൻ ആണെന്നുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്കുണ്ടല്ലോ. അയ്യോ, അങ്കിൾ പട്ടാളം മുറിയൊന്നും എടുക്കണ്ട. പുള്ളിക്കാരനെ ഞാൻ പിടിച്ചോണ്ട് വരാം. ഒന്നുമില്ലെങ്കിലും എന്റെ മുറച്ചെറുക്കനല്ലേ? മുറച്ചെറുക്കനോടുള്ള ഒരു എടാ, ഈ എയർ ഹോസ്റ്റസ് എന്ന് വെച്ചാല് അവര് വളരെ ഫോർവേഡാ. ജീവിതത്തിൽ പകുതി സമയം ആകാശത്ത് ചെയ്യുന്നവർക്ക് ഭൂമിയിൽ തങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിയ വലിയ ആശ്വാസം. തത്വം പറയാതെ കാര്യം നടക്കുമെന്ന് പറ. എന്താ നടക്കാത്തത്? എന്റെ ഒരു സുഹൃത്ത്, പണ്ട് ഞാൻ അവനെ 3 എയറോസ്മാരെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ 3 പേരെയും അവൻ കല്യാണം കഴിച്ചു. അവസാനം അവൻ മരിച്ചപ്പോ ചിതയുടെ അരികി 3 പേരും വന്നു. അപ്പോഴാ അവര് പരസ്പരം അറിയുന്നത് ആ 3 പേരും അവന്റെ ഭാര്യമാരായിരുന്നു എന്ന്. ആ ചരിത്രം ഒന്ന് ആവർത്തിച്ചാലോ? അപ്പൊ ഉറപ്പണോ?
അത് 3 വരെ 4. ചേട്ടൻ ഒന്നുകൂടെ പടി. ഏടാ എന്നെ പൂസാക്കിയിട്ട് ഓസിനി ചരക്കുകൾ നീ പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പൊ എന്തോ വേണം? തൽക്കാലം ഒരു 200 രൂപ. എത്ര? 200. ആ അപ്പഴേ മണിമണി പോലത്തെ 3 എണ്ണത്തിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തരും. ബാക്കി നീ കൈകാര്യം ചെയ്യുമ്പോൾ ഇരിക്കും. ഞാൻ പറയും പോലെ ചെയ്താ മതി. കാലത്ത് വെള്ളം തലേന്ന് ഇറങ്ങും ബബ്ബാന്ന് പറയരുത്. അത് ഞാൻ ന്യൂസ് മോളോട് പറ. ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരം ഒന്നും അല്ലല്ലോ. പോവാൻ പറ അണ്ണ. എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയ അണ്ണ, അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ. ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കുവോ? അത്രയൊക്കെയുള്ള അണ്ണാ കാര്യം അസൂയ കൂട്ടങ്ങൾ. കുട്ടപ്പന് മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം എവനൊന്നും കുട്ടപ്പന ഒരു പുല്ലും ചെയ്യൂല. അടുത്ത മിനിറ്റിൽ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് ആള് വന്നില്ല അണ്ണ. എവിടുന്ന്? കാർ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പൊ നീ ഇപ്പൊ വർക്ക്ഷോപ്പില? പിന്നെ അതല്ലേ അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത്. അണ്ണൻ ധൈര്യമായിട്ട് പോണം. അണ്ണന് പെമ്പിള്ളേരെ കയറ്റാൻ ഇഷ്ടം പോലെ കാറ് ഞാൻ കൊണ്ടുവരൂല്ലേ. പിന്നെ ചിക്കിൽ കറക്റ്റായിട്ട് ഇങ്ങ് പോരണം. രൊക്കം ഏർപ്പാടേ ഉള്ളൂ, കടമില്ല. നീ കാറേറ്റോ? ആ എന്നാ കാശ് ഞാനേറ്റു. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ, ബെൻസ്, ടയാട്ട, ഇമ്പാല ഒക്കെ കൊണ്ട് ഇറക്കൂല്ലേ. കഴിഞ്ഞ 1 വർഷക്കാലമായി എലീനയുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ എലീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നോക്ക് കാണാൻ, ഒന്ന് കാണാൻ മാത്രം. അത്രമാത്രം എലീന അയാളുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അയാളുടെ ഒരു ആത്മസുഹൃത്തെന്ന നിലയ്ക്ക് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് എലീനയെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ അറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് എ മിനിറ്റ്. ശ്യാം, ഇത് ശ്യാം, ഇത് എലീന. ഹലോ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. നടക്കോ? ഫ്ലാറ്റ് നീ എന്താ പറഞ്ഞു പഠിക്കാണോ? ഫ്ലാറ്റ് 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 എന്ന് പറ്റിയല്ലേ പറ. എനിക്ക് വേറെ വഴി നോക്കണമേ. ചേടാ, ഇത് ഏതാണ്ട് എന്റെ ആവശ്യം പോലെയാണ് അണ്ണൻ പറയണത്. ഒരു ഫ്ലാറ്റ് ഉണ്ട്, പക്ഷെ നമ്മളൊരു അല്പം കുരുത്തക്കേട് കാണിച്ചാൽ നമ്മുടെ കിട്ടും. ആരുടെ? നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ. പക്ഷെ അയാളൊരു കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. പിന്നെ ഒരു കാര്യം, മേല് നോവുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ല, ഇപ്പഴേ പറഞ്ഞേക്കാം. അത് ശരി. പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ. അത് ചിലപ്പോ കൊണ്ടെന്നിരിക്കും, ചിലപ്പോ കൊണ്ടില്ലെന്നിരിക്കും. അതൊക്കെ അണ്ണന്റെ ലക്കി പോലെ ഇരിക്കും. എന്ത് കുന്തം ആയിക്കോട്ടെ, നീ വഴി പറ. പറയടാ. നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതങ്ങ് ഹിൽവ്യൂ കോംപ്ലക്സിലാ. അത് അയാളുടെ മകൾക്ക് വേണ്ടി ഇട്ടിരിക്കുക. പെണ്ണങ്ങ് അമേരിക്കയിലോ മറ്റോ ആണ്. അവൾ ആള് മകാ പെശകാരനാ പറയുന്നത്. കേസ് ഭർത്താവിന് വിളുന്താനാ. അവിടെ സായിപ്പുമാർക്കൊക്കെ ഫ്ലാറ്റിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, പെണ്ണിന്റെ കാര്യമല്ല. അത് ശരി. അപ്പൊ പെണ്ണ് ഫ്ലാറ്റ് അത് തൂത്തുവാരാനും തുടയ്ക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഈ മൂപ്പിലാനൊരു പ്രസിദ്ധ എച്ചിയായതുകൊണ്ട് ആരും ഏറ്റിട്ടില്ല. അണ്ണൻ അവിടെ പോയി തൂത്തുവാരി തുടച്ചോളാന്ന് പറഞ്ഞ് താക്കോല് വാങ്ങിച്ചാൽ പദ്ധതി നടക്കും. ഏറ്റവും നീ കൂടെ വരൂ. അയാൾ എന്നെ കണ്ടാ താക്കോല് കിട്ടില്ല എന്ന് മാത്രമല്ല, ആടി പാഴ്സൽ ഷുവർ. അണ്ണൻ പോയാ മതി. പിന്നെ താക്കോല് കിട്ടുമ്പോ കൈ വറക്കരുത്. ഞാൻ പോട്ടാ. ചുമ്മാ പോണം അണ്ണ, ധൈര്യമായിട്ട് പോണം. ശരി. എന്താ തന്റെ പേര്? തങ്കപ്പൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യണം. ഒരു നിമിഷം സാർ, എന്റെ കഥയൊന്ന് കേൾക്കണം. ഓ അത് ശരി.
കഥയെഴുത്തുകാരനാണല്ലേ? അല്ല, ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഇന്ന് എന്റെ 2 കൈകളിലാണ് സർ. രോഗിയായ അച്ഛനമ്മ, വിധവയും ഗർഭിണികളുമായ സഹോദരിമാർ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സർ. ഇപ്പോ ഞാനെന്ത് വേണം?